എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്. നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല, ഏത് സമയത്തത് കേൾക്കുന്ന അറിയത്തില്ല. എനിവേ, ഞാനിന്ന് ഒരു പ്രധാന കാര്യം പറയാനാണ് ഈ രാവിലെ ഇവിടെ ഇപ്പോൾ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്നത്. അത് ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വെറുതെ ഇട്ടതാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ആദമല്ല ആദ്യ മനുഷ്യൻ. വളരെ രസകരമായ നിലയിൽ ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ താഴെ വന്നു. വ്യക്തിപരമായിട്ട് കുറേ കമൻറ്റ് വന്നു. അപ്പം എല്ലാവരും ഇത് പറയാനായിട്ട് ഉദ്ദേശിച്ചത് ആ ബൈബിളിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പൗലോസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആദ്യ മനുഷ്യൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ഞാനതിനൊന്നും എതിരല്ല. അപ്പോസ്തലനായ പൗലോസ് ആദ്യ മനുഷ്യനായ ആദം എന്ന് പറഞ്ഞതിനകത്ത് യേശു ക്രിസ്തു ഏകനിൽ നിന്ന് ഇത് വന്നു എന്നൊക്കെ ഉള്ളതൊന്നും ഞാൻ എതിർക്കുന്നില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം അല്ലെങ്കിൽ 1-2 അധ്യായങ്ങൾ എന്താണ് എന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ നാളുകളിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചപ്പം യഥാർത്ഥത്തിൽ അത് ഒരു സൃഷ്ടിയുടെ അധ്യായമല്ല എന്ന് മനസ്സിലായി. ഇവിടെ ഭൂമി ഇപ്പോൾ 6000 വർഷത്തിന് മുമ്പ് ഉണ്ടായി എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് വേദശാസ്ത്രജ്ഞന്മാരുണ്ട്, വേദ പണ്ഡിതന്മാരുണ്ട്. 6000 വർഷത്തിന് മുമ്പാണ് ഈ മനുഷ്യരുണ്ടായി വന്നത്. സൃഷ്ടിവാദം എന്ന് പറയുന്ന ഒരു പഠനമുണ്ട്, അത് നമ്മൾ എതിർക്കുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് തിയറികളും സിദ്ധാന്തങ്ങളും ഉള്ളതുകൊണ്ട് ഇതിനെ എതിർത്തിട്ട് നമുക്ക് വലിയ കഥയില്ല. അപ്പം ആദം ആദ്യ മനുഷ്യനാണോ എന്ന് ആളുകൾ ചോദിക്കുമ്പം നമ്മൾ കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകം പഠിക്കാൻ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു ഈ യുക്തിവാദികളിൽ ഈ എസ്സിയൻസ് എന്ന് പറയുന്ന ആളുകളാണെന്ന് തോന്നുന്നു, എന്തോ എസ്സിയൻസ് ഗ്ലോബലോ, കുറേ ഈ യുക്തിവാദികളുടെ ഒരു സംഘടനയുണ്ടല്ലോ, രവിചന്ദ്രനും മറ്റും ഒക്കെ ആളുകൾ ചേർന്ന അവരുടെ ഒരു പ്രഭാഷണത്തിൽ നമ്മുടെ കൊടിക്കുന്നിലല്ലോ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന ദേവദാസൻ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ദേവദാസനാണ്, ധാരാളം അറിവുള്ളൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒരു ഇതിന് പോയി ജെനസിസ്, സൃഷ്ടിയെക്കുറിച്ച്, ഉൽപ്പത്തിയോ സത്യത്തിൽ അദ്ദേഹം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. അനിൽ കൊടിത്തോട്ടം പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യാൻ മാക്സിമം ചെയ്തായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ബൈബിളിൻ്റെ അധ്യാപകൻ എന്ന നിലയിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എടുത്തുകൊണ്ട് സൃഷ്ടിയെ തെളിയിക്കാൻ പോകരുത്. കാരണം അവിടെ എഴുതിയിരിക്കുന്ന എഴുത്തുകൾ, അവിടെ ഒരു രീതിയുണ്ട്, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഈ ബൈബിളിൻ്റെ ഏൻഷ്യൻ്റ് സ്ക്രിപ്ചർ, ഇപ്പം ഇത് എഴുതിയതിപ്പോൾ ഒരു 13,000-4,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം എഴുതുന്ന ആൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ നമ്മൾ ഇന്നത്തെ തലമുറ, ഈ ആധുനിക ലോകത്ത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചും സയൻസ് അത്രയും വളർന്നിരിക്കുന്ന സമയത്ത് ആ ഏൻഷ്യൻ്റ് സ്ക്രിപ്ചർ എടുത്തുകൊണ്ട് നമ്മൾ സയൻസിനെ പഠിപ്പിക്കാൻ പോകരുത്. കാരണം ബൈബിൾ എന്ന് പറയുന്നത് സയൻസിൻ്റെ പുസ്തകമല്ല. ബൈബിൾ ഒരു ഇൻസ്പിറേഷണൽ പുസ്തകമാണ്. അതൊരു ദൈവനിശ്വാസീയമായ ഒരു ആത്മീയ പുസ്തകമാണ്. പ്രത്യേകിച്ച് അവിടെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന ഒന്ന് ആ ഒരു ഏരിയ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഐ എം ജസ്റ്റ് സ്റ്റഡിങ് ദിസ് ബുക്ക് ഓഫ് ജെനസിസ് വിത്ത് ബുക്ക് ഓഫ് റെവലേഷൻ. ഈ ബുക്ക് ഓഫ് റെവലേഷൻ്റെ മൊത്തം കാര്യങ്ങൾ മനസ്സിലാകണേ ബുക്ക് ഓഫ് ജെനസിസിൽ നമ്മൾ വരണം. ഞാൻ ഇച്ചിരി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇച്ചിരി നീണ്ടു പോകത്തില്ല, ഒരു 10-20 മിനിറ്റ് കൊണ്ട് നിർത്താം. അപ്പോൾ ഈ 1-ാമത്തെ ദിവസം, 2-ാം ദിവസം, 6 ദിവസം കൊണ്ട് സൃഷ്ടിക്കുന്നു, 7-ാം ദിവസം ദൈവം വിശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ആക്ച്വലി ദൈവം ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തോട്, അല്ലെങ്കിൽ ഉടമ്പടിയിൽ ബന്ധപ്പെട്ട ജനത്തോടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകളെ നറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അധ്യായമാണ് ഉൽപ്പത്തി 1. കാരണം ഈ ഉൽപ്പത്തി 1 എന്ന് പറയുന്നത് ഒരിക്കലും പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചു, ആകാശം ഒന്നുമല്ല. അവിടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ആദ്യത്തെ വാക്യമുണ്ട്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആകാശം എന്ന് പറഞ്ഞത് എന്തു? ഈ മേളിൽ നമ്മുടെ മീതെ ഇപ്പം ഭൂമിയിൽ നിന്ന് മനുഷ്യർ ശൂന്യാകാശത്ത് വരെ പോയിട്ട് വരുന്നു, ചന്ദ്രനിൽ പോയിട്ട് വരുന്നു, ചൊവ്വയിൽ വരുന്നു. ഈ ആകാശം എന്ന് പറയുന്നത് സത്യം നമ്മൾ ആലോചിക്കാതെ, ആകാശം നമ്മുടെ തലയ്ക്ക് മീതെ ഒരു നീലാകാശം കാണാൻ പറ്റും, ഇത് ദൈവം സൃഷ്ടിച്ചു എന്നാണ്. എല്ലാത്തിനും സൃഷ്ടിതാവ് ദൈവമാണ്. ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയെ എതിർക്കുന്നില്ല.
ഈ ആകാശം എന്ന് പറയുമ്പോൾ ഹെവൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ അത് ആദ്യം മനസ്സിലാക്കി. ഹീബ്രുവിലോട്ട് പോകുമ്പം ഷമായിം എന്ന് പറയും. ഹെവൻസ്, ആകാശം, ഭൂമി എന്ന് പറയുമ്പോൾ എററ്റ്സ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ വലിയ എബ്രായ പണ്ഡിതനൊന്നും അല്ലെങ്കിലും ഞാൻ ഈ അറ്റ്ലീസ്റ്റ് എനിക്കൊരു മാസ്റ്റർ ഡിഗ്രി ഉണ്ട്. അപ്പം ഞാനൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളല്ല. അതാദ്യം ചില ആളുകൾ എന്ന് കമന്റ് അടിക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇവർക്ക് മറുപടി ഞാൻ കൊടുക്കാറില്ല. നാണക്കേട് തോന്നാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ബിരുദാനന്തര ബിരുദമുള്ളൊരു മനുഷ്യൻ. അപ്പം എനിക്കൊരു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും വായിക്കാനും എഴുതാനൊക്കെ അറിയാവുന്ന ഒരാളല്ലേ. അപ്പം നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എബ്രായ ലേഖനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ബറീഷിത്ത് ബാറ എലോഹിം ഹമ ഷമായിം, അതായത് ഹ ഷമായിം എന്ന് പറയും. ഹ ഷമായിം എന്ന് പറഞ്ഞാൽ ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്. സ്വർഗങ്ങളെയും എററ്റ്സ് എന്ന വേർഡിന് കൊടുത്തിരിക്കുന്ന വേർഡ് ആക്കെന്ന് പറഞ്ഞ് ലാൻഡ് എന്നാണ്. നിങ്ങൾ ഇപ്പം ബൈബിൾ ഹബ്ബ് ഉണ്ട് ഇന്നത്തെ ലോകത്ത്. ഇപ്പം നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് ബൈബിൾ ഹബ്ബിൽ പോയിട്ട് ഇഷ്ടംപോലെ ഹീബ്രു ഡിക്ഷണറീസ് ആണ്. നിങ്ങളൊന്ന് നോക്കിയാൽ എററ്റ്സ് എന്ന വേർഡിന് കൊടുത്തിരിക്കുന്ന ലാൻഡ്, ഫെൻസ്ഡ് പ്രോപ്പർട്ടി, എ പീസ് ഓഫ് ലാൻഡ്, എ ടെറിട്ടറി, അല്ലാതെ ഈ ഗ്ലോബിന് കൊടുക്കുന്ന പേരല്ല. ഹെവൻസ് എന്ന് പറഞ്ഞ സ്വർഗങ്ങൾ എന്നാണ്. അപ്പൊ എന്റെ ദൈവം ആകാശങ്ങൾ, സ്വർഗങ്ങളെയും ഭൂമിയെയും ലാൻഡിനെയും, ബാറ എന്ന വാക്ക് ശ്രദ്ധിക്കും. ബാറ എന്ന വാക്കിനർത്ഥം ക്രിയേഷൻ ഫ്രം നത്തിങ് എന്നല്ല, ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുക എന്നല്ല. ബാറ എന്ന വേർഡിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ജസ്റ്റ് ഗോ ടു ദ ഹീബ്രു ഡിക്ഷണറി. നമ്മൾ ഇപ്പോഴും പഠന വൈകല്യത്തോടെ ജീവിക്കരുത് പ്ലീസ്. ഗോ ടു ദ ഡിക്ഷണറി, ജസ്റ്റ് ബൈബിൾ ഹബ്ബ് എടുക്കുക, അതിനകത്ത് ഹീബ്രു എടുക്കുക. അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ക്രിയേറ്റ് എന്നുണ്ട്, ക്രിയേറ്റ് എന്ന വേർഡിനുണ്ട്. ബാറ എന്ന വാക്കിന് ക്രിയേറ്റ് എന്ന അർത്ഥമുണ്ട്. അതേസമയം തന്നെ താഴെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ട്രാൻസ്ഫോം ചെയ്യുക, ഫാഷൻ ചെയ്യുക, റീഫോം ചെയ്യുക എന്നൊക്കെയാണ്. അപ്പം ദൈവം ആകാശത്തെയും സ്വർഗങ്ങളെയും ഭൂമിയെയും ട്രാൻസ്ഫോം ചെയ്തു എന്നാണ് എഴുതിച്ചിരിക്കുന്നത്. അല്ലാതെ ദൈവം ഇങ്ങോട്ട് ഒരു കൊച്ചുളുപ്പങ്കാലത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാകട്ടെ, അങ്ങനല്ല. ഇതൊക്കെ ഈ പ്രപഞ്ചവും ഇതിനകത്തുള്ള സകല കാര്യങ്ങളും നമ്മുടെ ബൈബിളിന്റെ കാലയളവിനൊക്കെ എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായത്. നമ്മൾ ഈ പുസ്തകം എടുത്തുകൊണ്ട് നേരെ പോയിട്ട് നിരീശ്വരവാദിയുടെ അടുക്ക പോയി നിന്ന് സംസാരിക്കരുത്. കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നിങ്ങൾക്ക് കാണത്തില്ല. കാരണം ആദം എന്ന് പറയുന്ന ആൾ ആദ്യ മനുഷ്യർ, ശരിയാ, ആദം എന്ന് പറയുന്ന ആളാണ് ആദ്യമായി ദൈവ ശ്വാസം അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവനെ സ്വീകരിച്ച, അല്ലെങ്കിൽ ദൈവവുമായി. ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുക. നമ്മളെല്ലാവരും ബൈബിൾ പറഞ്ഞില്ലേ നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. എങ്ങനെ പുതിയ സൃഷ്ടിയായ? നമ്മൾ പുതിയ സൃഷ്ടിയായപ്പോൾ നമ്മുടെ ശരീരത്തെ രൂപപ്പെടുത്തി മണ്ണിൽ നിന്ന് പുതുതായിട്ട് എടുത്തിട്ട് ഊതി തന്നോ? പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് ഇറങ്ങി? അങ്ങനൊന്നുമില്ലല്ലോ. നമ്മൾ ഈ ബയോളജിക്കൽ ബോഡിയിൽ ജീവിക്കുന്നു, ഫിസിക്കൽ ബോഡിയിൽ ജീവിക്കുന്നു. നമ്മുടെ ഇന്നർ മാനിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു വന്ന് നമ്മളെ പുതു മനുഷ്യരാക്കി മാറ്റി. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. അപ്പൊ പുതുമനുഷ്യരായപ്പം നമ്മൾ പിന്നെ പുതുതായിട്ട് ദൈവം നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിക്ക് മാറ്റം വന്നു, നമ്മുടെ കളറിന് മാറ്റം വന്നു, നമ്മുടെ സ്കിന്നിന് മാറ്റം വന്നു? ഇല്ലല്ലോ. നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ഒരു മാറ്റവും വരുത്താതെ ദൈവം നമ്മളെ പുതുമനുഷ്യനാക്കിയില്ലേ? ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദമിനെ സംബന്ധിച്ചിടത്തോളം. ആദ്യത്തെ മനുഷ്യൻ ആദം എന്ന് പറയുന്ന ആദ്യത്തെ സ്പിരിച്വൽ മാൻ ആണ്, ആദ്യത്തെ ആത്മമനുഷ്യൻ, അതായത് ദൈവബോധമുള്ള മനുഷ്യൻ. ഈ ആദാമിന്റെ ലൈനിലാണ് നമ്മൾ യഹൂദന്റെ പാറ്റേൺ കാണുന്നത്. ആ ലൈനിന്റെ അവസാനമാണ് ക്രൈസ്റ്റ് വന്നത്. ഇത് ഭൂലോകത്തിലെ സകല ജാതികളെ കുറിച്ച് പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഇത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെ കാര്യം പറയുന്ന പുസ്തകവും അല്ല ഇത്. ഇത് യഹൂദന് വേണ്ടി, യഹൂദന്റെ കവനന്റുമായി ബന്ധപ്പെട്ട് അവരുടെ ഉടമ്പടിയുമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിള്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇതിനകത്ത് എന്താണ് നമ്മളെക്കുറിച്ച് പറഞ്ഞേക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ ഉടനെ അങ്ങോട്ട് ബൈബിൾ അങ്ങോട്ട് എടുക്കുക. ഉൽപ്പത്തി ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നമ്മുടെ തലയ്ക്ക് മീതെ ആകാശം. നമ്മളെ സംബന്ധിച്ചുള്ളത് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ആകാശം നേട്ടാൻ മീതെയുള്ള നീലാകാശം. ഭൂമി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭൂമി എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ കാണുന്ന ഭൂമി, ഈ ഗോളം, ഗ്ലോബ്. ഇതല്ല ഒരു ജൂവിനെ സംബന്ധിച്ചിടത്തോളം, ഏൻഷ്യൻ പീപ്പിൾ, ഇന്നത്തെ ജൂ അല്ല കേട്ടോ ഞാൻ പറയാം, അന്നത്തെ ഏൻഷ്യൻ ജനത്തെ സംബന്ധിച്ചോളം ആകാശം എന്ന് പറഞ്ഞാൽ അവന്റെ തലയ്ക്ക് മീതെയുള്ളത് അവന്റെ ആകാശം. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ബൈബിളില് ഞാനത് ശ്രമിക്കുന്നില്ല. ബിബ്ലിക്കൽ കോസ്മോളജി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ബിബ്ലിക്കൽ കോസ്മോളജി ഭൂമി ഉരുണ്ടതാണെന്നല്ല. വൃത്താകാരം എന്നൊക്കെ കുറച്ച് വാക്കുണ്ട്, അതൊക്കെ ഞാൻ വൃത്താകാരം എന്നാണ് ഞാൻ പറഞ്ഞോളാം. ഭൂമി പരന്നതാണെന്നും ആ ഭൂമിയുടെ പുറത്തിങ്ങനെ ഒരു ഡോം, അതായത് ഇങ്ങനെ ഒരു വൃത്താകൃതിയിൽ എന്തുകൊണ്ട് ഒരു ആകാശം ഉണ്ടെന്നും അതിൻ്റെ പുറത്ത് വെള്ളം ഉണ്ടെന്നും
പിന്നെ ഭൂമിയുടെ താഴെ അധോലോകമാണ്. ഇങ്ങനെയാ പഠിച്ചു വെച്ചിരുന്നത്. ഇത് ഇങ്ങനെ ഗ്ലോബ് ആണെന്നും ഇവിടെ പസഫിക് സമുദ്രം ഉണ്ടെന്നും പിന്നെ അന്റാർട്ടിക്ക ഉണ്ടെന്നും ആർട്ടിക് ഉണ്ടെന്നും ഇതൊന്നും ജൂവിന്റെ ആ ഏൻഷ്യന്റ് സ്ക്രിപ്ചറിലില്ല. ഏകദേശം എനിക്ക് 64 വാക്യങ്ങൾ ബൈബിൾ ഭൂമി പരന്നതാണ് എന്ന് കാണിക്കുന്നുണ്ട്. ചുമ്മാ ആവശ്യമില്ലാതെ സയൻസിന്റെ പുറകെ പോയി നമ്മൾ നാണക്കേടരുത് പ്ലീസ്. സയൻസിന്റെ പുറകെ പോകരുത്. കാരണം ഇത് സയൻസ് അല്ല. ബൈബിൾ ഒരു സ്പിരിച്വൽ സ്ക്രിപ്ചറാണ്, ഇൻസ്പിറേഷണൽ സ്ക്രിപ്ചറാണ്. ഇതിനകത്ത് ആത്മീകമായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ളൊരു പുസ്തകമാണ്. ദൈവം തന്നെ ഒന്ന് വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്ന് പറയുന്നത്, അപ്പൊ ഈ 1-ാമത്തെ ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്ന് പറയുന്നത് സന്ധ്യ ഉഷസം 1-ാം ദിവസം. ഇതിനകത്ത് ഇപ്പം സൂര്യനൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഒരു നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ലോകത്ത് കണ്ടതിൽ ഏറ്റവും നികൃഷ്ടമായ ഗ്രന്ഥം ബൈബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എന്താണ് പേര്, ജോസ് കണ്ടത്തിലോ എന്ന് പറഞ്ഞ ഒരു നിരീശ്വരവാദി സംസാരിക്കുക. എന്ത് കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ബൈബിളിനെ പ്രസന്റ് ചെയ്ത രീതി അത്ര നികൃഷ്ടമായിട്ടാണ് പ്രസന്റ് ചെയ്തത്. നമ്മൾ ബൈബിളിനെ കൃത്യമായ നിലയിൽ ഇതുവരെ ലോകത്തിന് പോയി പ്രസന്റ് ചെയ്തില്ല. ഇത് സഭാപിതാക്കന്മാരുടെ കാലം മുതൽ കറക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ വലിയ വേദപണ്ഡിതന്മാരും അത് ചെയ്യുന്നില്ല. നമ്മളൊരു മുൻവിധിയോടുകൂടെ എന്തൊക്കെയോ പഠിച്ചു വെച്ചത് മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ നിരീശ്വരവാദിയുടെ ലോകത്ത്, ശാസ്ത്ര പുരോഗതിയുടെ ലോകത്ത് നാണം കെട്ടുപോകുന്നത്. ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ഈ ഉൽപ്പത്തിയുടെ പുറകിൽ, എനിക്ക് സത്യം പറയാൻ ഉൽപ്പത്തി ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം 3-ാം ദിവസം മരത്തെ ഉണ്ടാക്കി 4-ാം ദിവസം സൂര്യനെ ഉണ്ടാക്കുന്ന ഒരു പൊട്ടൻ ദൈവത്തെയാണ് ആ രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതങ്ങനല്ല. എന്റെ ദൈവം നീ അറിവുള്ളവനാണ്, പരിജ്ഞാനമുള്ളവനാണ്, എന്റെ തമ്പുരാനേക്കാൾ വിവരമുള്ളവരാരും ലോകത്തില്ല. ഹീസ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് യൂണിവേഴ്സ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് എന്താണ് ഈ എഴുതി വെച്ചത്. ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞത്, ഇപ്പം ആദം എന്ന് പറയുന്ന ആളാരാ? ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ബാറ എന്ന വേർഡിന് അർത്ഥം ട്രാൻസ്ഫോം ചെയ്യുക, ഫാഷൻ ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ പറയുന്നത് ഒന്നിട്ട് അതുപോലെ വിഴുങ്ങണ്ട. ഫാഷൻ ചെയ്യുക, റീഫോം ചെയ്യുക, അതിനെ രൂപപ്പെടുത്തുക, രൂപാന്തരപ്പെടുത്തുക എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ബാറ. അപ്പം ദൈവം ആദമിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി 1:26 പറഞ്ഞു, ലെറ്റസ് മേക്ക് മാൻ ഇൻ അവർ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ലെറ്റസ് മേക്ക് മാൻ. മേക്ക് എന്ന വാക്ക് കൊടുത്തിരിക്കുന്ന നോക്കി നിങ്ങൾ, ആസ എന്ന വേർഡിന്റെ അർത്ഥം എന്താ? ക്രിയേഷൻ, മണ്ണിൽ നിന്നുണ്ടാക്കുന്ന അല്ല. ആസ എന്ന വേർക്കിന് കൃത്യമായ, അതായത് നമ്മൾ അതിന്റെ ഡിക്ഷണറി എടുക്കുമ്പോൾ അതിന്റെ പ്രോമിനന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കെന്ന് നോക്കണം. പ്രോമിനന്റ് എന്താണ് ഉപയോഗിക്കുന്നത്? അതിനകത്ത് മെയിൻ ആയിട്ട് ആ പദം ആസ എന്ന വാക്ക്. ആസ എന്ന വാക്കൊക്കെ ഒരിടത്ത് ഞാൻ സങ്കീർത്തനത്തിലെടുത്ത് എഴുതിയിരിക്കുന്നത്, അവൻ ചന്ദ്രനെ പറയുന്നത് കാലങ്ങൾക്ക്, സീസൺസിന് വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. മറ്റൊരിടത്ത് പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഈ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഞാൻ റെഫറൻസ് ഒന്നും എടുത്ത് ഇങ്ങനെ വലിയൊരു വീഡിയോ ഉണ്ടാക്കാതെ സിമ്പിൾ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീണ്ടും പറയാം. ആസ എന്ന വേർഡിന്റെ അർത്ഥം അപ്പോയിന്റ് ചെയ്യുക എന്നാ, ഓർഡൈൻ ചെയ്യുക എന്നാ. അപ്പൊ ലെറ്റസ് ഓർഡൈൻ മാൻ ഇൻ അവർ ലൈക്ക്നെസ് ആൻഡ് ഇമേജ് എന്നാ. അല്ലാതെ നമുക്ക് മനുഷ്യനെ അല്ലേ തന്നെ നിങ്ങൾ നോക്കിയേ, നമുക്ക് ഏതെങ്കിലും ഒരു ജീവിയെ ഉണ്ടാക്കി അതിന് മനുഷ്യൻ എന്ന് പേരിടാന്നാന്ന് പറഞ്ഞേ. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഉണ്ട് ഓൾറെഡി. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഭൂമിയിൽ മനുഷ്യരുണ്ട്. ഉൽപ്പത്തി എഴുതുമ്പോൾ ആദം എന്ന് പറയുന്ന ആളുള്ളപ്പോൾ തന്നെ ഭൂമിയിൽ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, ഇഷ്ടംപോലുണ്ട്. ആ മനുഷ്യരുടെ നടുവിൽ നിന്ന് ഒരാളെ ദൈവം ചൂസ് ചെയ്തു. അപ്പൊ ഈ പുതിയ നിയമം നോക്കിയേ, നമ്മളും അങ്ങനെയാ. നമ്മളെ എത്രയോ പേരുടെ നടുവിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്തു, വിളിച്ചതൊക്കെ വായിച്ചിട്ടില്ലേ? ആ വിളിച്ചപ്പോൾ നിങ്ങൾ പുതിയ രൂപം മാറിയോ? നിങ്ങളുടെ രൂപത്തിന് മാറ്റം വന്നോ? നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് മാറ്റം വന്നോ? ഇല്ലല്ലോ. നമ്മുടെ ശരീരപ്രകൃതി മാറിയിട്ടില്ല, നമ്മുടെ രൂപം മാറിയിട്ടില്ല, നമുക്കൊന്നും മാറ്റം വന്നിട്ടില്ല. പക്ഷെ നമ്മളെ ദൈവം വിളിച്ചു. അതുപോലെ ദൈവം ജനസമൂഹത്തിന്റെ നടുവിൽ നിന്ന്, അതുകൊണ്ടാണ് ഈ വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് പറയുമ്പോൾ വാട്ട് യു ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഓരോരുത്തർ ഒരുപാട് വേദ ചിന്തകളുണ്ടെങ്കിലും കെയോസ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ആ വാട്ടർ എന്ന് പറയുന്നത് ജനസമൂഹമാണ്. ജനസമൂഹത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പരിവർത്തിക്കുക. എന്തിനാ? God wants to choose a man to express, to ordain in his image and likeness. ദൈവത്തിന് തന്റെ ഛായയും സ്വരൂപത്തെയും ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മനുഷ്യരെ തിരഞ്ഞെടുത്തു, ഒരാളെ തിരഞ്ഞെടുത്തു. അവന്റെ പേര് ആദം എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് മാനാണ്. മനസ്സിലാക്കണം, ആദം എന്ന് പറയുന്ന ഒരു സിംഗിൾ പേഴ്സൺ അല്ല. ഒരാളെ വെച്ചു, ആ ആളുടെ ഒരു ഭാര്യയെ കണ്ടെത്തി കൊടുക്കുന്നു, അതിലൂടെ മക്കൾ ജനിക്കുന്നു. ആ ഒരു കുടുംബത്തിലൂടെ ദൈവത്തിന്റെ ഛായയും സ്വരൂപത്തെയും മറ്റ് ഇതര സമൂഹത്തിൽ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതാണ് ബൈബിളിന്റെ പ്രമേയം. ഇത് മനസ്സിലാക്കാത്ത ഒരുത്തൻ, ഏതോ ഒരു സഹോദരൻ വന്നിട്ട് എന്റെ താഴെ വന്നിട്ട്, ഞാനൊരു കാര്യം പറയും, എനിക്ക് ഈ പെട്ടെന്ന്
ഞാൻ എനിക്ക് വേണമെങ്കിൽ അഭിനയിക്കാം, വലിയ ഭക്തനായിട്ട് എനിക്ക് അഭിനയിക്കാം, ഞാനെല്ലാം കേട്ടിട്ടുണ്ടായി അങ്ങനൊന്നുമല്ല. എനിക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നും. അത് ഒരുപക്ഷെ എൻ്റെ കുറവായിരിക്കും പ്രിയപ്പെട്ടവരെ. അല്ലാതെ എനിക്ക് വേണമെങ്കിൽ ചില പറയുന്നു ആ ദേവദാസം ഒന്നും മിണ്ടുന്നില്ല, അവൻ അകത്തുനിന്ന് പല്ല് കടിക്കുകയായിരിക്കും. ഞാൻ ഈ അകത്ത് പല്ലടിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഒരുപക്ഷെ അങ്ങ് പരസ്യമായിട്ട് സംസാരിച്ചിരിക്കും. ഓക്കെ, ഞാൻ മാക്സിമം അങ്ങ് കൺട്രോൾ ചെയ്യുന്നത്. അത് ഞാൻ വലിയ വിശുദ്ധനായതുകൊണ്ടല്ല, ഞാൻ വലിയ പരിശുദ്ധനായതുകൊണ്ടല്ല, പിന്നെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാ. അത് ആദ്യം മനസ്സിലായി. അപ്പൊ അയാൾ വന്നിട്ട് പറയുന്നത് നീ നരകത്തിൽ പോകും, അങ്ങനെ അത് അത് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ഒത്തിരി ആളുകൾക്ക് ഒരു ഡൗട്ട്. അത് സത്യമാണ്. ഈ ആദം എന്ന് പറയുന്നത് ആദ്യത്തെ മനുഷ്യനല്ലേ? ശരി, ആദം എന്ന് പറയുന്നത് ആദ്യത്തെ ദൈവ മനുഷ്യനാണ്. ആദ്യത്തെ ദൈവ മനുഷ്യനാണ് ആദം. അല്ലാതെ ആ ജനസമൂഹത്തിനകത്ത് ബാക്കി ഇഷ്ടംപോലെ നാച്ചുറൽ പീപ്പിൾ ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒത്തിരി വീഡിയോ നിങ്ങളുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ കയറിയ കായന്റെ ഭാര്യ ആരാന്ന് പറഞ്ഞൊരു വീഡിയോ തപ്പി നോക്ക്. മലയാളി പ്രസംഗകര്, മലയാളി അപ്പോളജറ്റികള്, പിന്നെ ഇവിടുത്തെ അച്ചാച്ചന്മാരെല്ലാം കൂടെ എവിടുന്ന കായന്റെ ഭാര്യയെ കണ്ടെത്തി? അവന്റെ പെങ്ങളെ തന്നെ കെട്ടിച്ചു വിട്ടു. ഇപ്പൊ ക്രിസ്ത്യാനി എന്ന് പറയുന്ന മൂല്യങ്ങളുടെ സ്വർഗീയ മൂല്യമുള്ള, ഹെവൻലി മൂല്യമുള്ള, ഭയങ്കര ഹൈ മോറൽ വാല്യൂ ഉള്ള ആളുകൾ കായന് പെണ്ണ് എവിടുന്ന് കിട്ടി? കായൻ സ്വന്തം പെങ്ങളെ കെട്ടി, അല്ലെ അമ്മയെ കെട്ടിയെന്ന് പറഞ്ഞവരുണ്ട്. നിരീശ്വരവാദി പറയാ ആ കായൻ ഒരുപക്ഷെ അവ്വായിരിക്കും കിട്ടിയത്, കാരണം ആ പടം 2 മനുഷ്യരെ ഭൂമിയിലുള്ളൂ. ഇതെന്ത് പറ്റിയെന്നറിയാമോ? നമ്മൾ ബൈബിളിനെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. കായൻ നോദ് ദേശത്തെ എന്ന് പറഞ്ഞൊരു അൺനോൺ പ്ലേസ് എന്നാ. അവിടെ പോയി പാർത്തു, അവിടെ ഒരു ഭാര്യ എടുത്തു. കാരണം അവിടെ ആരുണ്ട്? ഭാര്യയുണ്ട്, വേറെ പെണ്ണുങ്ങളുണ്ട്, മനുഷ്യ സമൂഹം വെളിയിലുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കി, ഇത് നിങ്ങൾ ഈ ബോധമുള്ള ആളോടെ സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 90% ആണെങ്കിലും ബോധവും പൊക്കണമൊന്നുമില്ല. സത്യമാണ്. ഈ മതം എന്ന് പറയുന്ന ഒരു മതം എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന്, ബോധം കെട്ടുങ്ങ നടക്കുക. ഈ ബോധക്കേടിന്റെ പുറകിലെ ഈ ജനമെല്ലാം ഓടുന്നതും. 90% ബോധം പൊക്കണമൊന്നുമില്ല. ഓപ്പണായിട്ട് ഞാൻ പറയാം, ഒരു 10 എണ്ണത്തിന് എന്തോ ദൈവത്തിന്റെ കൃപയിൽ എവിടേക്കോ ബോധമുണ്ട്. അല്ലെങ്കിൽ തന്നെ ചില കാര്യം പറഞ്ഞാൽ തലേ കയറത്തില്ല. ഇവരുടെ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം എടുത്തിട്ട് നിങ്ങൾ നേരെ വെളിപ്പാട് 22, 21, 22 പോകും. അവിടെ എന്താ? അവിടുത്തെ ചിത്രം എന്താ? പുത്തൻ യെരൂശലേം. ആ പുതിയ യെരൂശലേം ഇറങ്ങി വന്നിരിക്കുന്നു. അതിന്റെ വാതിൽ 24 മണിക്കൂർ തുറന്നിരിക്കുന്നു. അതിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നു. അപ്പൊ ജീവവൃക്ഷം അവിടെയുണ്ട്. അപ്പൊ ജീവവൃക്ഷത്തിന്റെ ഫലം, ഇലകള് രോഗികൾക്ക് നേഷൻസിന് സൗഖ്യമാകുന്നു. ആ നദി പോകുന്ന ഇടങ്ങളിൽ എന്താണ്? ശുദ്രക്കാരുണ്ട്, ബിംബാരാധികളുണ്ട്, എന്താ പറയുന്നത്, കള്ളന്മാരുണ്ട്, നായ്ക്കളുണ്ട് എന്ന് പറഞ്ഞ ജാതികളുണ്ട്. നേഷൻസ് വെളി കിടപ്പുണ്ട്. അപ്പം ഇതിനകത്താരുണ്ട്? പുത്തൻ യെരൂശലേമിൽ തങ്ങളുടെ അങ്കി അലക്കി ജീവവൃക്ഷത്തിന്റെ പങ്കാളികളാകാൻ വേണ്ടി വന്നവരുമുണ്ട്. അപ്പം പട്ടണത്തിനകത്ത ആളുണ്ട്, പട്ടണത്തിന് പുറത്ത ആളുണ്ട്. ഇതേ ചിത്രം തന്നെയാണ് ഉൽപ്പത്തിയിൽ. ഇവിടെ പട്ടണം, അവിടെ ഗാർഡൻ. ഇപ്പം ഉൽപ്പത്തിൽ ഗാർഡൻ, അപ്പൊ ഗാർഡൻ അകത്ത ആളുണ്ട്, ഗാർഡന് പുറത്താളുണ്ട്. അപ്പൊ ഗാർഡൻ അകം എന്ന് പറയുന്നത് ദൈവ സംസർഗമുള്ള, ദൈവബോധമുള്ള, ദൈവഛായയും സ്വരൂപവുമുള്ള ഭൂമിയിലെ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അത് നിങ്ങൾ ആദം പാപം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്റെ മകൻ ജനിക്കുമ്പോൾ പറയുന്ന വാക്കെന്താണ്? ആദം തന്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യൻ സൃഷ്ടിച്ചെന്ന്, ദൈവത്തിന്റെ ഛായയില്ല. അപ്പൊ ദൈവത്തിന്റെ എസൻസ്, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് അത് വെളിപ്പെടുത്തുന്ന മനുഷ്യരല്ല എല്ലാവരും. എല്ലാ മനുഷ്യരും നാച്ചുറൽ. ഈ നാച്ചുറൽ മനുഷ്യരെ ദൈവം എന്തിട്ട് ആരാക്കുക? ദൈവം തന്റെ ആത്മാവിനാല് അവനെ ദൈവസ്വരൂപമുള്ളവനാക്കി മാറ്റുക. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ കായന് ഭാര്യ എവിടുന്ന് കിട്ടി? കായന് ഭാര്യ സ്വന്തം പെങ്ങളെ കെട്ടിയതല്ല. അപ്പം ചില പറയും അത് ആദാമിന് ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു. ഞാൻ ആദ്യം അങ്ങനെ ഒരു കൊച്ചു ചോദ്യം ചോദിക്കുക. ആദാമിന്റെ ആമ്പിള്ളേർ 2 സ്വന്തം വീട്ടിൽ, പെണ്ണുങ്ങളെല്ലാം നോദ് ദേശത്ത്. എന്തോന്ന് ലോജിക്കാ സാറേ ഇത്? സാധാരണ പെൺപിള്ളേർ വീട്ടിൽ ഇരുന്നിട്ട് ആണുങ്ങൾ എവിടെയെങ്കിലും പോയെന്ന് പറയായിരിക്കും. പെൺകുട്ടികളെല്ലാം നോദ് ദേശത്ത്, ആദാമിന്റെ 2 ആമ്പിള്ളേർ കാനാൻ ദേശത്ത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഏദൻ തോട്ടത്തിൽ. പെൺപിള്ളേരെ ഇറക്കി വിട്ട് കളഞ്ഞു. അപ്പൊ പിന്നെ ഭാര്യയെ കണ്ടെത്താൻ പുള്ളി ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. ഈ ഒരു ലോജിക്ക് ഇത് എവിടുന്നാണ് പഠിച്ചത്? കാരണം അറിയുമോ, നമ്മൾ ഈ 6000 വർഷത്തിന് മുമ്പ് രാവിലെ ദൈവം തമ്പുരാൻ കുളിച്ചൊരുങ്ങി വന്നിട്ട് ഇങ്ങനെ സൃഷ്ടി നടത്തിയെന്നുള്ള ഈ സൃഷ്ടിവാദമാണ് ഈ ഗതികേടിന് കാരണം. ഇനി പുറത്ത് ആളുള്ളതിന്റെ 2ാം തെളിവ്, കായനെ ദൈവം ശപിക്കുന്ന, അവനോട് ശിക്ഷ നടപ്പാക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എന്റെ ശിക്ഷ വലുതാണ്, എന്നെ കാണുന്നവർ എന്നെ കൊന്നുകളയും. ഏതായി കാണുന്നവർ കൊല്ലുന്നത്? ഇവന്റെ അനിയനും ചേട്ടനോ? ഇവനതല്ല മൂത്താള്. ഇവന്റെ അനിയന്മാരെല്ലാം കൂടെ ഒന്ന് ഇവനെ കല്ലെറിഞ്ഞു കൊല്ലൂ. എന്നെ കാണുന്നവർ എന്നെ കൊല്ലണമെങ്കിൽ
ഈ ഏദന്റെ പുറത്ത് വേറെ മനുഷ്യരുണ്ടാകണ്ടേ? അപ്പൊ ദൈവം പറയും, നിന്നെ കൊല്ലുന്നവനെ ഞാൻ വെറുതെ എവിടത്തിൽ 7 മടങ്ങ് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനൊരു മുദ്ര കൊടുക്കുന്നുണ്ട്, അവനൊരു അടയാളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരിക്കൽ പോലും കായേൻ എന്ന് പറയുന്ന ആളും ആബേൽ എന്ന ആളും മാത്രമല്ല ആ ഭൂമിയിലുള്ളത്. ആദമുണ്ട്, ആദാമിന്റെ ഭാര്യയുണ്ട്, ആദമിന്റെ 2 മക്കളുണ്ട്. അതേസമയം തോട്ടത്തിന് പുറത്ത് ആയിരക്കണക്കിന് ആളാണോ ലക്ഷക്കണക്കിന് ആളാണോ എനിക്കറിയത്തില്ല, എന്തായാലും വേറെ ഒരു വലിയ സിവിലൈസേഷൻ വെളിയിലുണ്ട്. ആ സിവിലൈസേഷനാണ് ഞാൻ അതാ പറഞ്ഞു, എന്നെ ഇനിയും കാണുന്നവരെന്ത് ചെയ്യും? കൊന്നുകളയും, എന്നെ കൊല്ലും. എന്നിട്ട് അടുത്ത ചോദ്യം, ഇയാൾ നേരെ എന്തായാലും പോയി നോദ് ദേശത്ത് പോയി പാർത്തു, അവനൊരു കുഞ്ഞ് ജനിച്ചു, അവന് ഹാനോക്ക് എന്ന് പേരിട്ടു. അപ്പൊ ഹാനോക്ക് എന്ന് പേരിട്ട് കഴിയുമ്പോൾ അടുത്ത വാക്യം പറഞ്ഞു, അവനൊരു പട്ടണം പണിതു. അപ്പൊ നിങ്ങൾ നോക്കിയ അയാൾ പെങ്ങളെ കെട്ടി. കായൻ, ഇവിടുത്തെ പ്രൊട്ടസ്റ്റന്റുകാരുടെ ഈ വാദം ഞാൻ പറയുന്നത്, ഭാര്യയെ കെട്ടി, പെങ്ങളെ കെട്ടി, ഒരു കൊച്ചു ജനിച്ച ഹാനോക്ക്, ഭാര്യയും ആ ജനിച്ച കൊച്ചും ഇങ്ങേരോടെ ചേർന്ന് പട്ടണം പണിതെന്ന്. കോഴിക്കോട് പണിയാൻ പറ്റൂടെ? ഇങ്ങനെ ആലോചിച്ച് നോക്ക്. ഒന്ന് ആലോചിക്കണ്ടേ? ബുദ്ധി വേണ്ടേ? നിങ്ങൾ ഈ പള്ളിക്കകത്ത് ഈ ചർച്ചിനകത്തും ചെന്ന് കയറിയപ്പോൾ നിങ്ങളുടെ തലച്ചോറ് കൊണ്ട് ഇവന്മാർക്ക് പണയം വെച്ചോ? എനിക്കറിയാമേ ചോദിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ഓർമ്മയോട് പറയും, നമ്മൾ വേദപുസ്തകത്തിന് വേണ്ടി, ഞാൻ വേദപുസ്തകത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയ ദൈവവചനത്തിന്റെ സത്യം മനസ്സിലാക്കാൻ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, ഈ നിരീശ്വരവാദികളെ കൊണ്ട് ഈ തോന്നിവാസം നമ്മൾ പറയിപ്പിക്കാതെ സത്യമായ വചനത്തെ മനസ്സിലാക്കാൻ വേദപണ്ഡിതന്മാർ ശ്രമിക്കണം. നമ്മൾ ആദ്യം നമ്മുടെ ഈ കുപ്പായങ്ങൾ അങ്ങ് അഴിച്ചു വെക്കണം. ഈ പ്രൊട്ടസ്റ്റന്റ് കുപ്പായം, ഈ കത്തോലിക്ക കുപ്പായം, ഈ ആ കുപ്പായം, ഇതെല്ലാം മാറ്റി നമ്മളൊരു മനുഷ്യരാകാം. ആദ്യം ദൈവം ജീവിക്കുന്ന ഒരു മനുഷ്യരായിട്ട് മാറും. എന്റെ ഉള്ളിൽ യേശുപ്പച്ചൻ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ വന്നിട്ട് ഈ വേദോസം എടുത്തിട്ട് പഠിക്കുക. എന്നിട്ട് ഈ അനാവശ്യ കാര്യങ്ങൾ പറയാൻ പോകാതെ, കായന് പെങ്ങളെ കെട്ടി, അവന്റെ അനിയന്മാരോട് അവനെ കൊല്ലാൻ തീരുമാനിച്ചു. എന്തോന്നാ ഈ പറയുന്നത്? അവനും അവന്റെ ഭാര്യ ഒരു 3 കൊച്ചും കൂടെ ചേർന്ന് ഹാനോക്ക് എന്ന് പേരുള്ള ഒരു പട്ടണം പണിതു. എന്റെ സഹോദരന്മാരെ, ഏദൻ തോട്ടം എന്ന് പറയുന്ന ആ ഗാർഡൻ, ദാറ്റ്സ് എ ടെമ്പിൾ ഓഫ് ഗോഡ്, ദാറ്റ് ഇസ് എ കവനന്റ് പീപ്പിൾ ആണ്. ദൈവ ഉടമ്പടി ചെയ്ത ജനം. ആ ഉടമ്പടിയുടെ പരമ്പരയാണ് നമ്മൾ യഹൂദന്മാരിൽ കാണുന്നത്. ആ പരമ്പര അവിടെ ഉള്ളപ്പോൾ തന്നെ ഏദൻ എന്ന് പറയുന്ന ആ ഫെൻസ്ഡ് ഗാർഡന്റെ വെളിയിൽ വേറെ സിവിലൈസേഷൻ ഉണ്ട്. അതിന്റെ തെളിവ് എന്താണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഹാബേൽ എന്ന് പറയുന്ന ആളെ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഹാബേൽ എന്ന് പറയുന്ന ആള് യേശുക്രിസ്തു പറഞ്ഞില്ലേ, നിങ്ങൾ ഏത് പ്രവാചകന്മാരെ കല്ലെറിയാതിരുന്നിട്ടുള്ളൂ? യെരൂശലേമേ, നിങ്ങൾ ഏത് പ്രവാചകന്മാരെയാ കല്ലെറിയാതിരുന്നിട്ടുള്ളത്? നിങ്ങളുടെ അടുക്ക വന്ന എല്ലാ പ്രവാചകന്മാരെയും നിങ്ങൾ എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ആബേല് മുതൽ സെക്കറിയാവ് വരെയുള്ള സകല ആളുകളുടെയും രക്തം നിങ്ങളോട് ചോദിക്കും. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, സത്യം. എനിക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വാക്യം വായിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എടാ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ചത്തുപോയ ആബേലിന്റെ രക്തം എന്തിനാടാ ഈ യഹൂദന്റെ തലയിലോട്ട് ചോദിക്കുന്നത്? പിന്നല്ലേ മനസ്സിലായത്, ഇത് പരമ്പര തുടങ്ങിയത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിൽ തുടങ്ങി യെരൂശലേമിൽ AD 70 അവസാനിച്ചതാണ് ഈ കവനന്റ്. അപ്പം ശിക്ഷാവിധി AD 70 നടപ്പാക്കിയത്. അന്ന് ഈ ആബേലിന്റെ രക്തം മുതൽ ബെരക്യാവിന്റെ മകനായ സെക്കറിയാവിന്റെ രക്തം വരെ എന്ത് ചെയ്തു? ഈ തലമുറയോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പം ദൈവം ആ ആബേലിനെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തിയേക്കെന്ന് നോക്കി. പ്രവാചകൻ. അദ്ദേഹം പ്രവാചകനായിരുന്നു, ആദ്യത്തെ പ്രോഫറ്റ്. ഞാനല്ല, യേശു പറഞ്ഞത്. പ്രവാചക ഗണത്തിൽ ആബേൽ മുതലുള്ള പ്രവാചകന്മാരിൽ ബെരക്യാവിന്റെ മകൻ ഈ പ്രവാചകൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഡൂക്ലി സാധനങ്ങളല്ല. നമ്മൾ ഇന്ന് കാണുന്ന പ്രവാചകന്മാരെ ഏതാ പ്രവാചകൻ? ഞാൻ ഒരുത്തരം കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് അഡ്രസ്സ് പറയുന്നത്, ഫോൺ നമ്പർ പറയുന്നത്, പേര് പറയുന്നത്, ഊഹാഭോഗം പറയുന്ന കുറെ പ്രവാചകൻ. ഞാൻ ഇത്ര 10, 30, 40, 35 വർഷമായിട്ട് കർത്താവിന്റെ പുറകടക്കല്ലേ. ഞാൻ ഒരു പ്രവാചകനെ ഇതിനെ കണ്ടിട്ട്, ഞാൻ കണ്ടത് മുഴുവൻ ഈ കള്ളക്കച്ചവടക്കാരെ കണ്ടിട്ടുള്ളൂ. അപ്പൊ പറയൂ, നിങ്ങൾ കാണാത്ത, ഞാൻ എന്ത് കാണാത്തയാന്ന്? എനിക്കെന്ത് ഭൂമിയിൽ വിവരമില്ലേ? വളരെ ചുരുക്കം പേരേ ഉള്ളൂ പ്രോഫറ്റ്സ്. അവർ ദൈവത്തിന്റെ ശബ്ദം, അവർ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നവരാ. വളരെ കുറച്ചു പേരേ ഉള്ളൂ പ്രവാചകന്മാർ. നല്ലൊരു ശതമാനവും ജനത്തെ, ഞാൻ മനസ്സിലാക്കിയത്, ദ്രവ്യമോഹത്തിന്റെ സ്വപ്നം കൊടുക്കുന്നവരാ. അത്രേ ഉള്ളൂ. വാനിക്കാൻ പോകുന്നു, നിനക്ക് അത് തരാൻ പോകുന്നു, നിനക്ക് വൈറ്റ് ഹൗസിൽ നിന്ന് ഇരിക്കുന്നത് കാണുന്നു, നീ മലേഷ്യയിലൂടെ പറക്കുന്നത് കാണുന്നു,
ചിലരായിട്ട് പറയുന്നു, നീ രാവിലെ അമേരിക്കയിൽ ഫുഡ് കഴിച്ചാൽ വൈകിട്ട് ലണ്ടനിൽ ഫുഡ്, ഉച്ചയ്ക്ക് വൈകിട്ട് ലണ്ടനിൽ ഫുഡ് കഴിക്കും. ഇതൊക്കെ എന്തോ വലിയ ആകാശം മുട്ടുന്ന സാധനമാണെന്ന് വിചാരിച്ചേക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത മോഹൻ ജനങ്ങളിൽ കുത്തിവെക്കുന്ന കുറെ ദ്രവ്യമോഹികളും ധനമോഹികളുടെ പേരാണ് ഇന്ന് പ്രവാചകൻ. അതല്ല ആബേൽ. ആബേൽ വാസ് എ ട്രൂ പ്രൊഫറ്റ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ആദാമും ഹൗവയും ആബേലും കായനും മാത്രമേ തോട്ടത്തിലുള്ളെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ പ്രോഫറ്റ് ആക്കിയത്? സത്യദൈവത്തെക്കുറിച്ച്, സൃഷ്ടിതാവിനെ കുറിച്ച്, മറ്റ് സിവിലൈസേഷനോട്, ഇതിന്റെ പുറത്തുള്ള സിവിലൈസേഷനോട് പഠിപ്പിക്കാൻ, പറയാൻ, പ്രവചിക്കാൻ, ദൈവത്തെക്കുറിച്ചുള്ള ബോധം വരുത്താൻ തമ്പുരാൻ തിരഞ്ഞെടുത്ത ആദ്യത്തെ പ്രോഫറ്റാണ് ആബേൽ. എൻ്റെ സഹോദരങ്ങളെ, നിശ്ചയമായിട്ടും നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയാൻ പോകും. എനിക്ക് ഞാനിത് പറയുന്നതുകൊണ്ട് എനിക്ക് നന്മയല്ല, എനിക്ക് തിന്മയേ ഉള്ളൂ. ഞാൻ ഒറ്റപ്പെടുക. ഓരോ പ്രസംഗം കഴിയുമ്പോഴും ഞാൻ ഏതോ ഒരു ലോകത്തിന്റെ കൂട്ടത്തിൽ നിന്ന് എക്സ്ട്രീമിലേക്ക് പോവുക, ഒറ്റപ്പെടുക. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. അടുത്തൊരു ജനറേഷൻ ഈ വചനത്തിന്റെ സത്യം എടുത്തോണ്ട് ഓടണം. ഇത് നിൽക്കണേ. ഇത് ഇന്ന് നിങ്ങൾ ഈ കാണുന്നത് വെറും ഒരു കച്ചി കത്തുന്നതാ. ഇത് ഒറിജിനൽ കത്തുന്നതല്ല പ്രിയപ്പെട്ടവരെ. അടുത്തൊരു ജനറേഷൻ്റെ അടുത്തോണ്ട് ഓടണം. ക്യാൻ യു മെൻഷൻ എനി ബുക്ക് അബൌട്ട്? സഹിച്ചാൽ ഞാനത് പേഴ്സണലി സംസാരിക്കാം. ജെനസിസിനെ കുറിച്ച് പഠിക്കുന്ന ബുക്ക് മിക്കവാറും എല്ലാവരും പ്രിട്രസ്റ്റുകാരാണ് അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫ്യൂച്ചറിസ്റ്റിക് ചിന്തകളുള്ളവർക്ക് ഒരുപക്ഷെ അത് ഭയങ്കര പാടായിരിക്കും അത് എടുക്കാൻ. മിക്കവാറും ഇപ്പം ഈ ഫുൾ പ്രിട്രസം എന്ന് പറയുന്നത് ഒരു ആറ്റം ബോംബാ. നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പലപ്പോഴും ഇവിടുത്തെ പല ഫ്യൂച്ചറിസ്റ്റിക് ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് കയറി പറയാം. ഫ്യൂച്ചറിസ്റ്റിക് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫ്രിട്രിസ്റ്റ് ആളുകളുടെ ഒരു വാക്യത്തിന് മുമ്പിൽ നിൽക്കത്തില്ല, നിങ്ങൾ കിടന്ന് കുഴയും. പക്ഷേ ഫ്രിട്രിസ്റ്റ് ഗ്രൂപ്പിൽ ഞാനിത് അഹങ്കാരത്തോടെ പറയല്ല, ഇത്രയും വർഷം, ഈ ഒരു വർഷം ആയിരക്കണക്കിന് മണിക്കൂറുകൾ ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്ന് പഠിക്കാനും വായിക്കാനും ശ്രമിച്ചതിന്റെ നല്ല ഉത്തരവാദിത്തോടെ പറയാം, ഞങ്ങൾക്ക് ബൈബിളിനെ ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ പസിൽ ഗെയിമാണ് എടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി. ക്യൂട്ടായിട്ട് പിക്ചർ ഉണ്ടാകും. പക്ഷേ ഈ യേശു ഇനി നാളെ വരുന്നു എന്ന് പറയുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ദൈവത്തിന്റെ കൃപയാൽ ഇങ്ങനൊരു സമൂഹത്തെ ദൈവം തന്റെ വചനത്തെ ഉറപ്പിക്കാനായിട്ട് എഴുന്നേൽപ്പിച്ചു ഭൂമിയിൽ. അത് മനസ്സിലാക്കണം ആദ്യം. എല്ലാവരും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം ആദ്യത്തെ പ്രോഫറ്റ്, ഞാൻ തിരിച്ചു വരികയാണെ, ആദ്യത്തെ പ്രോഫറ്റ് ആബേലാണ്. ആബേൽ ആരോട് പ്രവചിക്കാനാണ് വിളിച്ചത്? ടു ദ സിവിലൈസേഷൻ ഔട്ട്സൈഡ് ദ ഗാർഡൻ. തോട്ടത്തിന്റെ പുറത്തുണ്ട് വലിയൊരു കൂട്ടമുണ്ട്, അവരോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ആളാണ് ആബേൽ. കായൻ വാസ് ദ പ്രീസ്റ്റ്. ആദ്യം മനസ്സിലാക്കണം, കായൻ വാസ് ദ പ്രീസ്റ്റ്, ആബേൽ വാസ് ആദം വാസ് ദ ഹൈ പ്രീസ്റ്റ്. നിങ്ങൾ ഇത് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് എന്റെ പിക്ചർ. ആദം എന്ന് പറയുന്നതാണ് ആദ്യത്തെ മഹാപുരോഹിതൻ. അതിനുശേഷം ആദ്യത്തെ പ്രവാചകൻ എന്ന് പറയുന്നത് ആബേലാണ്. ഞാനിത് വേണമെങ്കിൽ ഇത് മാത്രം ഒരു വീഡിയോ ഞാൻ മുന്നിട്ടുള്ള ഇപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞുകൂടാ. ആദ്യത്തെ പ്രോഫറ്റ് ആബേലും ആദ്യത്തെ പ്രീസ്റ്റ് എന്ന് പറയുന്നത്, ഹൈ പ്രീസ്റ്റ് അല്ല, പ്രീസ്റ്റ് എന്ന് പറയുന്നത് കായനാണ്. കാരണം ബൈബിൾ നോക്കിയാൽ മതി, ഫസ്റ്റ് ടൈം അവന് ബൈബിൾ വായിക്കുന്ന ഇങ്ങനെയാണ്, വെൻ ദ ടൈം കംസ്. നമ്മളിങ്ങനെ അതിന് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് കറക്റ്റ് ആ സമയം വന്നപ്പോൾ അവനാണ് ആദ്യമായിട്ട് യാഗം നടത്താനായിട്ട് വന്നത്. കാരണം പുരോഹിതന്റെ ജോലിയാണ് യാഗം. ആബേലല്ല ആദ്യം യാഗം അർപ്പിച്ചത്, കായനാണ്. കാരണം കായനായിരുന്നു പ്രീസ്റ്റ്. കാരണം ജെറുസലേം, അതായത് ഏദൻ ഗാർഡൻ ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഗോഡ് വാസ് ഡ്വെല്ലിംഗ് ദേർ. ദൈവം നടക്കുന്ന ഒച്ചെന്ന് പറയും, ഗോഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ് ആണ് ഏദൻ. സോ ഏദൻ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ സ്ട്രക്ചറാണ്. ഇതിനകത്താണ് ഇവർ താമസിക്കുന്നത്. ഇതിന്റെ പുറത്ത് ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്, ജനസമൂഹമുണ്ട്. നമുക്കിനി ശാസ്ത്രത്തോട് വഴക്കുണ്ടാക്കണ്ട. നിയാൻഡർത്തൽ മനുഷ്യൻ 2 ലക്ഷം വർഷത്തിന് മുമ്പ് വന്നു, സാപ്പിയൻസ്, ഹോമോ സാപ്പിയൻസ് 3 ലക്ഷം വർഷം. നോ പ്രോബ്ലം സാർ, വി ഡോണ്ട് കെയർ. ആയിക്കോട്ടെ, വി ആർ പ്രീച്ചിങ് അബൌട്ട് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ക്രിയേഷൻ? അതുകൂടെ പറഞ്ഞിർത്താം. ഇസ്രായേലെ നിന്നെ സൃഷ്ടിച്ചവനും യാക്കോബെ നിന്നെ നിർമ്മിച്ചവനും. യെശയ്യാ 43:1. ഞാൻ ചോദിക്കുന്നു, ഇസ്രായേലിനെ മണ്ണിൽ നിന്ന് എടുത്ത് കുഴച്ചുണ്ടാക്കിയതാണോ? യാക്കോബിനെ മണ്ണിൽ നിന്ന് കുഴച്ചുണ്ടാക്കിയതാണോ? അല്ല. കനാൻ ദേശത്ത് മിസ്രയീമിലായിരുന്ന അടിമകളായിരുന്ന ഇവരെ ജീവൻ കൊടുത്ത് കുഞ്ഞാടിന്റെ രക്തത്തെ, പെസഹ കുഞ്ഞാടിനെ അറുത്ത് അവിടെ നിന്ന് വിടുവിച്ച് പുത്രത്വത്തിലേക്ക് നടത്തിയ സ്ലേവറി ടു സൺഷിപ്പ്. ഈ സ്ലേവറിയിൽ നിന്ന് സൺഷിപ്പിലേക്ക്
വന്ന ഈ ജനസമൂഹത്തിന്റെ പേരാണ് ദൈവസൃഷ്ടി. ദാറ്റ്സ് എ ക്രിയേഷൻ. നമ്മൾ ഈ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് പഠിപ്പിച്ച് വെച്ചേക്കുന്നത്, പണ്ട് ഞങ്ങളുടെ പുനലൂർ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരൻ്റെ ചർച്ചയിൽ ഒരു പഴയ അപ്പച്ചൻ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് പറയുന്നത്, ദൈവം ഏദൻ തോട്ടത്തിന്റെ മേലെത്തുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പണ്ട് ഈ കൃഷി ചെയ്യുന്നവരല്ലേ, ഇപ്പൊ മേലെത്തുണ്ടെന്നൊക്കെ പറയും, മേലത്തെ തിട്ട കയറി നിന്നിട്ട് മൺവെട്ടി കൊണ്ട് ചെളി കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ശ്വാസ ഊതി. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മനുഷ്യൻ ഭൂമിയിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി, എന്നിട്ട് അവന്റെ മൂക്കിൽ എന്തൂതി? ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ളവനായി മാറി എന്നല്ല എഴുതിയേക്കുന്നത്, ജീവനുള്ള ദേഹിയായി. ഈ ദേഹി എന്ന് പറഞ്ഞെന്താ? സോൾ. ഇറ്റ്സ് നോട്ട് എ ലൈഫ്. അതായത് നാച്ചുറൽ ലൈഫ് ഉള്ള ഒരു മനുഷ്യനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് God breathed unto that man and give him a soul. What is the meaning of soul? It gives emotions. It gives the will and thoughts. നമ്മുടെ ചിന്ത, നമ്മുടെ വികാരം, നമ്മളുടെ ഇച്ഛ, ഇത് മൊത്തം ഇരിക്കുന്ന എവിടെയാണ്? സോൾ. അപ്പൊ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താൻ ദൈവം തെരഞ്ഞെടുത്ത ആദ്യത്തെ നാച്ചുറൽ മാനിൽ നിന്ന് വന്ന ആളാണ് ആദം. നിങ്ങൾ ബൈബിൾ എടുക്കുമ്പോൾ അപ്പുറത്തുണ്ട് ഇതിനെക്കുറിച്ച്, എന്നെ ദൈവം സൃഷ്ടി, നമ്മൾ പുതിയ സൃഷ്ടി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഞാനും നിങ്ങളും പുതിയ സൃഷ്ടിയാണ്. വാട്ട് ഇസ് ദ മീനിങ്? യേശു ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ ദൈവം എന്നെ എന്ത് ചെയ്തു? മണ്ണിലോട്ട് അങ്ങ് വീണ്ടും തിരിച്ചു വിട്ടു. എന്നിട്ട് വീണ്ടും മണ്ണ് കുഴച്ചു, മൂക്കിലൂതി, പുതിയ സൃഷ്ടിയായി. ആ പുതിയ സൃഷ്ടി ആയപ്പോൾ എനിക്ക് എന്തെങ്കിലും മാറ്റം വന്നു? എന്റെ ഇന്നർ മാനാ മാറ്റം വന്നത്. ദ സെയിം തിങ് ഹാപ്പൻ ടു ആദം. ആദം വാസ് എ നാച്ചുറൽ മാൻ. ആ നാച്ചുറൽ മാൻ ബിക്കം എ സ്പിരിച്വൽ മാൻ. ഓക്കെ, നാച്ചുറൽ മാൻ ആരായി മാറി? സ്പിരിച്വൽ മാനായി മാറി. അപ്പം ഏദൻ തോട്ടം എന്ന് പറയുന്ന ഈ ജെനസിസിന്റെ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ജെനസിസ് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നന്ന താനന്ന തന്നന്ന താനന്ന എന്ന് പറഞ്ഞിട്ട് വായി വരുന്ന മുഴുവൻ പോട്ടത്തരങ്ങൾ പ്രസംഗിക്കുന്നു. വെളിപ്പാട് മനസ്സിലായ ഒരു ദൈവദാസന് ഈസി ആയിട്ട് സിമ്പിളി വെളിപ്പാട് പുസ്തകത്തെ പുഷ്പം പോലെ പഠിപ്പിക്കാൻ പറ്റും. കാരണം ഉൽപ്പത്തിക്കകത്ത് തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ സംഭവങ്ങൾ ഞാൻ ഈ പറഞ്ഞ നോട്ട് ചെയ്തു. വെളിപ്പാട് പുസ്തകത്തിനകത്തെ ആ നറേറ്റീവ്സ്, വെളിപ്പാട് പുസ്തകത്തിനകത്തെ ആ ഫുൾ ഗ്രാഫിക്സ്, അവിടുത്തെ ആ മൊത്തം ഇൻസിഡൻസ് ഉണ്ടല്ലോ, ആ മൃഗത്തിന്റെ മുദ്ര, അത് ഇതെല്ലാം, ദീസ് ഓൾ തിങ്സ് ആർ ഹിഡൻ ഇൻ ജെനസിസ്. മനസ്സിലാക്കണം. ഇത് നമ്മൾ വെറുതെ വന്നിരുന്ന ഒരു വീഡിയോക്കകത്ത് വരുന്ന പൊട്ടത്തരം പറയുന്നതല്ല. ഒരു ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റ് ചെയ്യുന്ന പൊട്ടത്തെ എല്ലാവരും പറയും, ഒരു വട്ടാണോ ജോലിയിൽ? അല്ലടോ, ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. അല്ലാതെ നമ്മൾ പൊട്ടത്തരം എഴുതുന്നതല്ല. ചിലർ വന്ന് പറയാൻ വിവരമൊന്നുമില്ല, അവന് ബൈബിളിന് പരിഞ്ഞാൻ. എന്റെ മോനെ നീ ബൈബിൾ വായിച്ചതിനൊക്കെ കൂടുതൽ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ ബോധമല്ല എഴുതുകയല്ല. എനിക്കിപ്പം ചില ഏതോ ഒരു മന്ദബുദ്ധി വന്ന് താഴെ എഴുതുന്ന കണ്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് എനിക്ക് നിങ്ങളെ അറ്റൻഷൻ വാങ്ങിച്ചിട്ട് ഇപ്പൊ 800 കോടി ആളുകൾ എന്നെ നോക്കിയിട്ട് എന്റെ വയറ് തറയോ? എനിക്ക് ആരും എന്നെ ശ്രദ്ധിക്കുന്ന ഇഷ്ടമല്ല. എന്നെ ശ്രദ്ധിക്കാനാണെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും. ഞാൻ അറ്റൻഷൻ സീക്കറൊന്നുമല്ല. ഐ ഡോണ്ട് കെയർ. ഐ ഡോണ്ട് ബോദർ അബൌട്ട് എനിബഡി ഇൻ ദ വേൾഡ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരുത്തിന് വില കൊടുക്കുന്നില്ല. ഞാൻ എന്റെ ദൈവത്തിന് മാത്രമേ വില കൊടുക്കുന്നുള്ളൂ. എല്ലാ മനുഷ്യനെയും സഹജീവിയായിട്ട് കാണുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് ആരുടെയും വാല്യുവേഷനും വേണ്ട, എനിക്ക് ആരുടെയും ഒന്നും പറയുന്നത് എനിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ അറ്റൻഷൻ സീക്കർ അല്ല. പിന്നെ ഞാൻ ഇടുമ്പം ആരുടെയെങ്കിലും ഒരു മനസ്സിൽ ഒരു വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സാരം ഇത്രയേ ഉള്ളൂ. യു ഷുഡ് നോ ദാറ്റ് ബുക്ക് ഓഫ് ജെനസിസ് ഫസ്റ്റ് ചാപ്റ്റർ ഈസ് നോട്ട് ദ ചാപ്റ്റർ ഓഫ് ക്രിയേഷൻ. അതാദ്യം മനസ്സിലാക്കണം. ഒരിക്കലും ഉൽപ്പത്തി പുസ്തകം സൃഷ്ടിയുടെ പുസ്തകം അല്ല. അത് പ്രപഞ്ചം സൃഷ്ടിച്ചതിനെ കുറിച്ചല്ല. കാരണം സൂര്യനുണ്ട്, ആകാശം. കാരണം ഒന്നാം ദിവസം തന്നെ എന്താ പറയുക, സന്ധ്യ ഉഷസ്സുമായി. ഒന്നാം ദിവസം തന്നെ സന്ധ്യ ആകണമെങ്കിൽ സൂര്യൻ അസ്തമിക്കണ്ടേ? ഉഷസ്സാകുന്നത് സൂര്യൻ ഉദിക്കണ്ടേ? അപ്പൊ സൂര്യൻ അവിടെ ഇല്ല ഒന്നാം നാളിൽ. ഒന്നാം നാള്, രണ്ടാം നാൾ, ഇതെല്ലാം സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രമുണ്ട്, വെള്ളമുണ്ട്, മനുഷ്യരുണ്ട്, മൃഗമുണ്ട്, ചെടികളുണ്ട്. എവറിതിങ് ഈസ് ദെയർ. ദീസ് ഓൾ ക്രിയേഷൻ ഹാപ്പൻ എത്രയോ നാളുകൾക്ക് മുമ്പ് സംഭവിച്ചത്. ബട്ട് ഹിയർ ഗോഡ് ഈസ് ക്രിയേഷൻ. ദൈവം എന്ത് ചെയ്യാൻ പോവാണ്? ഹിസ് കവനന്റ് ക്രിയേഷൻ. താങ്ക് ഗോഡ്. ഈ ഒരു തലമുറയിൽ അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് ഇത് മനസ്സിലാക്കാൻ ഒരു കൃപ ലഭിച്ചാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കാരണം എന്താ അറിയാമോ,
ഞാനിത് പഠിക്കാൻ തുടങ്ങിയത് ജസ്റ്റ് ബിക്കോസ് ഓഫ് നിരീശ്വരവാദികൾ കാരണം. അപ്പം നമ്മൾ പറയത്തില്ല അവിടെ മരമുണ്ട്, ഈ മരം എന്തോ അവിടെ ജീവന്റെ വൃക്ഷമുണ്ട്, നന്മ, നമ്മുടെ എല്ലാം ചിന്ത മരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ആകെ അറിയാവുന്നത് ഒരു മരം. സത്യത്തിൽ മരമല്ലത്, മരമല്ലത്. I believe that trees are teachers. That's not trees. അപ്പം അറിവ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്, ജീവൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്. ദാറ്റ്സ് വേദം. അപ്പം ബൈബിൾ എഴുതിയേക്കുന്നത് മരമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ ഉൽപ്പത്തിയിൽ മരത്തിന്റെ പുറത്ത് നടന്നാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവാതെ. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ദൈവം വിശുദ്ധന്മാരെയും നീതിമാന്മാരെയും എല്ലാം തന്റെ പ്രവാചകന്മാരെയൊക്കെ ആരായിട്ട് കണ്ടിട്ടുണ്ടെന്നറിയോ? മരമായിട്ട് കണ്ടിട്ടുണ്ട്. സിംപിളി നിങ്ങൾ ഈ ജസ്റ്റ് ഗോ ടു മാത്യു ചാപ്റ്റർ 7 നോക്കി. മുള്ളിൽ നിന്ന് മുന്തിരിയും ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും നിങ്ങൾ ഭക്ഷിക്കുക, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നല്ലേ. ആരെക്കുറിച്ചായി പറയുന്നത്? സത്യപ്രവാചകനെ കുറിച്ചും കള്ളപ്രവാചകനെ കുറിച്ചും. സത്യം പഠിപ്പിക്കുന്നവരെയും അസത്യം പഠിപ്പിക്കുന്നവരെയും ബൈബിൾ വിളിക്കുന്നത് നല്ല മരമെന്നും കെട്ട മരമെന്നും. അപ്പം നമ്മൾ ഉൽപ്പത്തിക്കാത്ത ഒരു മരമാണ്, അത് ഏത് മരമാണെന്ന് പറഞ്ഞ് നോക്കി നടക്കുക. നന്മതിന്മയുടെ മരമാണ്. ഞാനും ഇങ്ങനെയൊക്കെ കുറെ നാൾ നടന്നിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് എ ടീച്ചിങ്. എനിക്ക് തോന്നുന്നു ആ തോട്ടത്തിനകത്ത് ഏതോ ഒരു കള്ള ഉപദേശി വന്ന്, അത്രേ ഉള്ളൂ. ആ കള്ള ഉപദേശി വന്നിട്ട് ഇവരെ നാച്ചുറൽ മാനാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ഇനിയും ദൈവം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങളും ദൈവത്തെ പോലെ എന്ന് പഠിപ്പിച്ചു കൊടുത്തു. പഴം തിന്നു എന്ന് പറയുമ്പോൾ ഉടനെ എന്തോ ഇപ്പൊ യേശു വചനം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിന്നണം, എന്നെ തിന്നുന്നു എൻ മൂലം ജീവിക്കുന്നല്ലേ. അതിന്റെ അർത്ഥം നിങ്ങൾ ആരെങ്കിലും യേശുവിനെ തിന്നിട്ടുണ്ടോ? നമുക്ക് തിന്നുന്നില്ല. നമ്മൾ അതിനകത്ത് എന്റെ വചനം സ്വർഗത്തിൽ അപ്പമാണ്. അപ്പം വെൻ ഐ എം ലിസണിങ് ദ വോയിസ് ഓഫ് ജീസസ്, വെൻ ഐ എം ലിസണിങ് ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്, ഐ എം ഈറ്റിംഗ് ദാറ്റ്. ദാറ്റ്സ് വാട്ട്. അപ്പം നന്മതിന്മ എന്ന് പറയുന്നത് ജീവവൃക്ഷം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആ ഊഹാപോഹമൊക്കെ മാറ്റുക. വി ഷുഡ് കം ടു ദ റിയാലിറ്റി. ഇപ്പൊ ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? പുതിയ നിയമം വന്നപ്പോൾ ആരായി? നമ്മളും ജീവവൃക്ഷത്തിന്റെ പങ്കാളികളായി മാറി. അപ്പൊ ജീവവൃക്ഷത്തിന്റെ ഇല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് പുത്തൻ യെരൂശലേമിലെ 2 വൃക്ഷങ്ങൾ ഇരുവശത്ത് നിന്നുണ്ടെന്നാ. ജീവവൃക്ഷമുണ്ട്, അതിലെ ഇലകൾ ബിലീവേഴ്സ് ആണ്. വി പീപ്പിൾ ഓഫ് ഗാഡ്, വി ആർ ദ റിസോഴ്സ് ഓഫ് ദ ഹീലിംഗ് ഓഫ് ദ നേഷൻസ്. ആമേൻ. ഒത്തിരി കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാനിത് സത്യത്തിൽ ഇതൊന്നും പബ്ലിക് ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചല്ല. ഇതെല്ലാം ഞങ്ങൾ പ്രൈവറ്റായിട്ട് സൂം സ്കൂളുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളാണ്. ഇത് ഞാൻ പബ്ലിക്കിൽ വന്ന് മീഡിയയിൽ എനിക്ക് യൂട്യൂബിലൊക്കെ ഇടാം. ഞാൻ ഇടാതെ വെറുതെ ഇത് കൊണ്ടുവന്ന് ഞാൻ വല്ല ഇത് മുത്ത കൊണ്ടിട്ടിട്ട് അവൻ്റെ ഒന്ന് കുത്തു വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത്യാവശ്യമുള്ള വലിയൊരു കൂട്ടം ആളുകൾ ഇറ്റ് ഈസ് ഇൻ ദ പ്രൈവറ്റ് സ്കൂൾ ഓൾറെഡി ഹാപ്പൺ. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 10-11 സ്കൂളോളം നടത്തി. ഒരു സ്കൂൾ ഏകദേശം 30-35 ക്ലാസ് ഉണ്ട്. 13 സ്കൂളുകൾ നടത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഡീപ്പ് സബ്ജക്ട്സ്, വെരി ഡീപ്പ് വേർഡ്. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പന്നിയുടെ മുമ്പിൽ കൊണ്ടൊന്ന് മുത്തിടരുത്. എന്തിനായി വെറുതെ? ഞാൻ ഈ കേരളത്തിൽ ഇഷ്ടംപോലെ കുത്തുകൊണ്ട ആളാ, ഒരുപാട് ഉപദ്രവം സഹിച്ച ആളാ, ഒരുപാട് ഒറ്റപ്പെടൽ സഹിച്ച ആളാ. അതുകൊണ്ട് എനിക്ക് തൽക്കാലം ഇവരോട് പറയാൻ താല്പര്യം. ഞാൻ എന്നാലും ഇത് പറഞ്ഞതിന് കാരണം ഇതൊന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ആദം എന്ന് പറയുന്ന അല്ല ആദ്യത്തെ മനുഷ്യൻ. പിന്നെ നമ്മളിപ്പോൾ വേറൊരു വാക്യം എടുക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 17:26. ഇതെല്ലാം സഹോദരന്മാരെ നമ്മളൊരു കാര്യം പറയുമ്പോൾ വി നോ എവറി പാർട്ട് ഓഫ് ദ ബൈബിൾ, അത് എവിടെ നിന്നൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിങ്ങൾ ആദ്യ മനുഷ്യനല്ല, ആദ്യത്തെ രക്തത്തിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 17:24 പറഞ്ഞ് ഒരു രക്തത്തിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ ഉണ്ടാക്കിയത്. ഇറ്റ്സ് നോട്ട് ആദം, ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് മാൻ. സോ യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അപ്പം ഈ ആദ്യ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഓർത്തോൺ ദർ ഇസ് എ സ്പിരിച്വൽ മാൻ. ദ ഫസ്റ്റ് സ്പിരിച്വൽ മാൻ ഇൻ ദ ബൈബിൾ ഈസ് ആദം. ആൻഡ് ഓൾ അതേഴ്സ് ആർ നാച്ചുറൽ പീപ്പിൾ. ആൻഡ് ഗോഡ് ഈസ് കോളിംഗ് ദ നാച്ചുറൽ പീപ്പിൾ ടു സ്പിരിച്വൽ പീപ്പിൾ, ചേഞ്ചിങ് ദർ മൈൻഡ് and giving a soul to know God, to conversation with God. That has happened in Eden. Okay? So if you want to more about, നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന നിശ്ചയമായിട്ട് നിങ്ങൾക്ക് you can contact me. നിങ്ങൾക്ക് നല്ല ഞാൻ ഈ വഴക്കുണ്ടാക്കാൻ വരരുത്. ഈ വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വരുമ്പോൾ എനിക്കിങ്ങനെ ചില ആളുകൾ പാസ്റ്റർമാർ മിണ്ടത്തില്ല. അതിൻ്റെ അർത്ഥം അവർ വലിയ വിശുദ്ധന്മാരായതുകൊണ്ടല്ല. എനിക്ക് ഈ വേഷം കെട്ടാൻ അറിയത്തില്ല. എന്നോട് എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് 2 പറഞ്ഞേ സമാധാനമുള്ളൂ. എന്നാലും ഞാനിങ്ങനെ ഒതുങ്ങുന്ന സ്നേഹത്തോടെ, നിങ്ങൾ കാര്യത്തോടെ, ആദരവോടെ, കിട്ടേണ്ട ബഹുമാനത്തോടെ നിങ്ങൾ ജസ്റ്റ് അപ്രോച്ച്, നിങ്ങളത് കമൻറ്റ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും
മാന്യമായ നിലയിൽ ഒന്നിയിൽ അത് പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ പബ്ലിക്ക് മറുപടി തരാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം മറക്കല്ലേ, ഏദനിലെ ആദ്യത്തെ മനുഷ്യനാണ് ആദം, പക്ഷെ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ ആദമല്ല. ഈസ് ഓൾ അബൌട്ട് ദ ക്രിയേഷൻ ഓഫ് ദ കവനന്റ് പീപ്പിൾ. ഓക്കെ, കർത്താവിൻ്റെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ രാജ്യം എന്നേക്കും വളരട്ടെ. നമുക്കെപ്പോഴും മറ്റൊരാൾക്ക് അനുഗ്രഹമായി മാറാം. എത്രത്തോളം കർത്താവിൻ്റെ നാമം ലോകത്തിന് വെളിപ്പെടുത്താം, അത്രത്തോളം നമുക്ക് വെളിപ്പെടുത്താം. നല്ലവരായിട്ട് നമുക്ക് ജീവിക്കാം, യേശുവിനെ വെളിപ്പെടുത്താം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.